സർവകലാശാല സംരക്ഷണ ദിനം ആചരിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുവാനുള്ള ബിൽ നിയമമാക്കുവാനുള്ള മന്ത്രിസഭാ തീരുമാനം പൊതു സർവകലാശാലകളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കുമെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ. കേരളത്തിൻ്റെ പൊതുധനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നവയുമായ പൊതു സർവകലാശാലകളെ തകർക്കുന്ന തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കടന്നു വരുമ്പോൾ അവിടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് മാത്രമായിരിക്കും പ്രാധാന്യം. അവയുടെ പ്രവർത്തന രീതികൾ പൊതുസമൂഹത്തിൻ്റെയും വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക വിഭാഗങ്ങളുടെയും നീതിയുക്തമായ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകും. പൊതു സർവകലാശാലകൾ തകർന്നാൽ സാധാരണക്കാരൻ്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമാകും. കഴിഞ്ഞ അക്കാദമിക വർഷം കേരളത്തിലെ സർവകലാശാലകളിൽ ബിരുദ കോഴ്സുകളിൽ 40% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുവാൻ എന്ത് അനിവാര്യതയാണ് മുന്നിലുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പൊതു സർവകലാശാലകളെ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പൊതു സർവകലാശാലകളിൽ വ്യവസായ തൊഴിൽ ബന്ധിതമായ കോഴ്സുകളും സമകാലീനമായ സിലബസും മികച്ച ഭരണ സംവിധാനവുമാണ് സർക്കാർ ഉറപ്പാക്കേണ്ടത്. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷണവും വിജ്ഞാനോൽപാദനവും നടക്കേണ്ട ഇടങ്ങളല്ല നമ്മുടെ സർവകലാശാലകളെന്നും സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും അസ്ഥിരപ്പെടുത്തി വിൽപ്പന ചരക്കുവാക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തണമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടതു സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിച്ചും പൊതു സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഗ്രാന്റ് നൽകാതെയും ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചും സ്വകാര്യ സർവകലാശാലകൾക്ക് സൗകര്യമൊരുക്കുകയായിരുന്നുവെന്ന് യൂണിയൻ വൈസ് പ്രസിഡന്റ് നിസാർ കേസ്, ജനറൽ സെക്രട്ടറി ആൻസൺ പി ആന്റണി എന്നിവർ പറഞ്ഞു. സർവകലാശാല സംരക്ഷണ ദിനം ഫെഡറേഷൻ ഓഫ് ഓൾ കേരള എംപ്ലോയീസ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് മജീദ് വി എസ് ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് യൂണിയൻ ട്രഷറർ ഷിഹാബ് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.